السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. സ്നേഹമുള്ള വിശ്വാസികളെ, മനസ്സിനെ നൈർമല്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, സ്വസ്ഥമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന്, മനസ്സിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി എൻ്റെയും നിങ്ങളുടെയും ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പങ്കുവെക്കപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളും മനസ്സുകൊണ്ട് ഏറ്റെടുക്കുമെങ്കിൽ തീർച്ചയായും നമുക്കിരു ലോകത്തും സന്തോഷമുണ്ടാകും. അസ്വസ്ഥതകൾ നിറഞ്ഞ കാലത്തുകൂടെ നമ്മൾ കടന്നു പോകുക. സ്വസ്ഥതയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ സ്വസ്ഥമാകുന്നില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം നമ്മൾ കാര്യങ്ങളെ വേണ്ട വിധം മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത്. നമ്മുടെ മനസ്സ് സംതൃപ്തമാകണമെങ്കിൽ അതിന് സൃഷ്ടാവിനെ കുറിച്ചുള്ള ധാരണ നമ്മൾ കൃത്യമാക്കണം. നിങ്ങൾ നോക്കൂ, കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാം. മഹാനവറുകൾ പൂർവ്വഗ്രന്ഥങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തിത്വം. അദ്ദേഹം പറയുകയാണ്, മുരിഖാത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത് കാണാം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുള്ളതാണ്. അതിലൂടെ പറയുകയാണ്, അതിലുദ്ധരിക്കുകയാണ്, ഞാൻ തൗറാത്ത് കണ്ടു. ഖാലല്ലാഹു തആല, തൗറാത്തിൽ അല്ലാഹു പറഞ്ഞു, ഇബ്ന ആദം, ഹേ മനുഷ്യ, ഇൻ റളീത ബിമാ ഖസംതു ലക അറഹതു ഖൽബക വ ബദനക. നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ച കാര്യത്തെ നിങ്ങൾ തൃപ്തിപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാകും, നിങ്ങളുടെ ശരീരത്തിനും അതിൻ്റെ സ്വസ്ഥത ലഭിക്കും. വ അൻത മഹ്മൂദുൻ അൻദി, അങ്ങനെയാണ് നിങ്ങളെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങൾ പ്രശംസനീയമായ വ്യക്തിയായിരിക്കും, സ്തുതിക്കപ്പെടുന്നവരായിരിക്കും എന്ന് അള്ളാഹു പഠിപ്പിച്ചതായി ഓർമ്മപ്പെടുത്തുകയാണ്. ശേഷം പറയുകയാണ്, വഇല്ലം തർള ബിമാ ഖസംതു ലക സല്ലത്തു അലൈക ദുനിയ ഹത്താ തർകുദ ഫീഹാ കറഖുദിൽ വഹ്ശത്തിൽ ബജിയ. ഇനി അതല്ല, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ സംതൃപ്തി അറിയാൻ കഴിയുന്നില്ല, നിങ്ങൾ അസ്വസ്ഥപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ദുനിയാവ് നിങ്ങൾക്ക് ഭാരം, ഈ ഭൗതികമായ ലോകം നിങ്ങൾക്ക് ഭാരമാകും. വന്യജീവി പാഞ്ഞ് ഓടിയെടുത്ത് വരുന്ന സമയത്തുണ്ടാകുന്ന അസ്വസ്ഥത പോലെ അത്തരമൊരു അസ്വസ്ഥമായ ജീവിതം നിങ്ങൾക്കുണ്ടാകും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അപ്പോൾ ഇസ്സത്തി വ ജലാലി ലാ തനാലു മിൻഹാ ഇല്ലാ മാ ഖദ്ദർതു ലക വ അൻത മദ്മൂമൻ അലൈഹി. എൻ്റെ പ്രൗഢിയും ഔന്നിത്യവും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയട്ടെ, നിങ്ങളിങ്ങനെ അസ്വസ്ഥപ്പെടേണ്ടതൊന്നുമില്ല. ഞാൻ കണക്കാക്കിയല്ലാത്ത ഒരു കാര്യവും ഒരാൾക്കും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഖളാഇൽ തീരുമാനത്തിൽ അസംതൃപ്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആക്ഷേപിക്കപ്പെടുന്ന വ്യക്തിയായി മാറും. നിങ്ങൾ അങ്ങനെയല്ല, നമ്മൾ ആരും അങ്ങനെയല്ല ആകേണ്ടത്. ക്ഷമിക്കാനുള്ള മനസ്സും റബ്ബിൻ്റെ തീരുമാനത്തിൽ തൃപ്തിയടയാനുള്ള ഒരു ആലോചനയും നമ്മുടെ കൽവിലുണ്ടായാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം. അസ്വസ്ഥമായ ഈ കാലത്ത് തീർച്ചയായും ഇത്തരം ഒരു ആലോചനകൾ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്കതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.